ജൂലൈ 25 ഫ്ലിപ്കാർട്ടിൽ ജൂലൈ 20 മുതൽ സ്റ്റാർട്ട് ചെയ്ത ഗോഡ് സെയിൽ ഇന്ന് അവസാനിക്കുവാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഗോഡ് സെയിൽ എന്ന് പറഞ്ഞ പേരിൽ ഒരു ഓഫർ സെയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഫ്രീക്വന്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ മാത്രം കുറച്ചൊരു ഓഫർ കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം നോർമൽ ഓഫർ സെയിലിൽ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോകളിലൊക്കെ തന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചത് കാര്യമായിരുന്നു, ബ്രോ ബിഗ് ബില്യൺ ഡേയ്സിന്റെ ഡേറ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിന്ന് മേടിക്കുന്നതാണോ നല്ലത്, ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത്. ഞാൻ അതിലൊക്കെ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യൂ. കാരണം ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മേടിക്കാൻ സാധിക്കുന്നു എങ്കിൽ അതൊരൊറ്റ ഓഫറിൽ മാത്രമാണ്. അതാണ് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ്. അത് ഫ്ലിപ്കാർട്ടിലാണ്. ആമസോണിലാണെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. എന്തായാലും ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ദ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ച് പറയാം. ബിഗ് ബില്യൺ ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഓഫർ സെയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഒരു കോൺസെപ്റ്റ് ബിഗ് ബില്യൺ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാഭകരമായിട്ട് വർഷത്തിൽ ഒരിക്കലും മേടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കോൺസെപ്റ്റ്. 2007 നമ്മുടെ ഈ ഒരു ഫ്ലിപ്കാർട്ട് ഫൗണ്ട് ചെയ്യുന്നത്. സച്ചിൻ ബൻസാൽ, ബിന്നി ബൻസാൽ എന്ന് പറഞ്ഞ രണ്ട് പേരാണ്. ആമസോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരാണ് ഈ ഒരു ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് അവർ ലൈവ് ചെയ്യുന്നത്. 2007 കോരമംഗല, ബാംഗ്ലൂർ കോരമംഗലയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ലൈവ് ചെയ്യുന്നത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇവർക്ക് ആദ്യത്തെ ഒരു ഓർഡർ കിട്ടുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുക. അന്ന് ആക്ച്വലി നമ്മുടെ ആമസോൺ ഇവിടെ .in ഇല്ല, ആമസോൺ .com ആണ്. അതും ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കിങ്ങനെ വലിയ ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞാൻ ആ സമയത്തൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് eBay എന്നായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, eBayന്ന് പോസ്റ്റ് വഴിയായിരുന്നു ഓരോ ഈ ഫോൺ പൗച്ചുകളും അതുപോലെ തന്നെ ടെമ്പർ ഗ്ലാസ് ഒക്കെ ഞാൻ മേടിച്ച് തുടങ്ങിയത്. എന്നാൽ അന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നല്ല പേടിയായിരുന്നു, ഈ സാധനം നമുക്ക് കിട്ടോ ഇല്ലയോ. പക്ഷേ ഫ്ലിപ്കാർട്ട് തന്നെയാണ് ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര രീതിക്ക് നമുക്ക് എല്ലാവരിലേക്കും ഈ ഒരു സംഭവം അങ്ങോട്ട് എത്തിച്ചത്. ഫ്ലിപ്കാർട്ട് 2007 എത്തിയെങ്കിൽ 2013 ആമസോൺ .in നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് കേട്ടോ. അതും അതായത് ആമസോണിലൊരു ഫുൾ സ്ട്രെച്ചിൽ വർക്ക് തുടങ്ങുന്നത് 2013. ഇപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ബിഗ് ബില്യൺ ഡേ നടന്നത് ഒക്ടോബർ 6 2014 ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു ബിഗ് ബില്യൺ ഡേ. 8 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓഫർ സെയിലായിരുന്നു ആക്ച്വലി ആദ്യത്തെ നമ്മുടെ ബിഗ് ബില്യൺ ഡേ. എന്നാൽ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് ഒക്ടോബർ 6 മുതൽ 12 വരെ ഒരു 5 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2015 മുതലാണ് നമ്മുടെ ആമസോണും ബിഗ് ബില്യൺ ഡേയ്സ് പോലെ അവരുടെ വെബ്സൈറ്റിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത് 13 മുതൽ 17 വരെ. കൂടെ സ്നാപ്ഡീലും ഉണ്ടായിരുന്നു. 13 മുതൽ അവർ ഒരു ഓഫർ സെയിൽ, ഈ സ്മാർട്ട് ഫോണിനൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് ഭയങ്കര വലിയ ലാഭം എന്നുള്ള രീതിക്ക് ഒരു ഓഫർ സെയിൽ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്നാപ്ഡീലൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം മാപ്പിലേ ഇല്ല. എന്നാൽ ഇടയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കത്തി നിന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അവസാന കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ അവർ ഫുള്ള് പറ്റിപ്പായിരുന്നു. കുറേ അധികം പ്രോഡക്റ്റിൽ സോപ്പ് വെട്ടി കല്ലൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഈ ഒരു സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിച്ചവർക്കാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട്, നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് എന്താണ് കിട്ടിയെന്നുള്ളത്. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു സ്നാപ്ഡീലിന്റെ അധപ്പതനം. സത്യം പറഞ്ഞാൽ ഈ ഒരു സെല്ലേഴ്സ് ആണ് ആക്ച്വലി ഓരോ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളും അങ്ങോട്ട് നശിപ്പിക്കുന്നത്. ഫ്ലിപ്കാർട്ട് പോലും ഫ്ലിപ്കാർട്ടിന്റെ പേര് പലതും കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സെല്ലേഴ്സ് ആണ്. പിന്നെ റീറ്റെയിൽ നെറ്റ് എന്നൊക്കെ പറയുന്നത് യുവന്മാർ തന്നെയാണ് കേട്ടോ, ഫ്ലിപ്കാർട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ ഒരു സംഭവമൊന്നും അല്ല, അവന്മാരും ഫ്രോഡ് തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് വാങ്ങിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ഉള്ളതുകൊണ്ട് കുറേ അധികം സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് സാധനം വന്ന് ഡെലിവറി ബോയ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടും അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഫ്ലിപ്കാർട്ടിനെ നമുക്ക് കൂടുതൽ അങ്ങോട്ട് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും 2015 ഇതുപോലെ ഒരു 5 ദിവസത്തെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് വരുന്നത്. കൂടാതെ 2014 വന്നപ്പോഴത്തേക്ക് ഇത് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 6 വരെ ആക്കി. അതിൽ ഫസ്റ്റ് ഡേ ഫാഷൻ, ഹോം ഡെക്കോർ, ടെലിവിഷൻ ആൻഡ് ഹോം അപ്ലയൻസസ് ഇതിനായിരുന്നു ഓഫർ. രണ്ടാമത്തെ ദിവസം മൊബൈൽ ആൻഡ് മൊബൈൽ ആക്സസറീസിന് വന്നു. തേർഡ് ഡേ ഓൾ അതർ ഇലക്ട്രോണിക് ഐറ്റംസിന് വന്നു. കൂടാതെ 4th and 5th ഡേ എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും നമുക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 2014 ഞാനിത് കയറി നോക്കുന്നത്, കാരണം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈൽ ആൻഡ് മൊബൈൽ ആക്സസറീസിനൊക്കെ ഏതിനൊക്കെ ഓഫർ ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. എനിക്ക് പൊതുവെ ഇതുപോലുള്ള ഓഫേഴ്സ് അൺബോക്സിംഗ് ഒക്കെ പണ്ട് മുതലേ ഇഷ്ടമാണ്. വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നൊരു ആളുമായിരുന്നു കേട്ടോ. ഇനി അടുത്തത് 2017 വരുമ്പോഴത്തേക്ക് സെപ്റ്റംബർ 20 മുതൽ 24 വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ വന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ എപ്പോഴും ഒരു ദിവസം ഇതുപോലെ ഒരു വീഡിയോ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ച് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിലായിരിക്കാം മിക്കവാറും ഈ ഒരു ഓഫർ സെയിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. എന്നാൽ അതിനകത്ത് ഒരു കൂട്ടുകാരൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, ബിഗ് ബില്യൺ ഡേയ്സ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ
മാത്രമേ വരത്തുള്ളൂ. അത് സെപ്റ്റംബറിൽ വരാറില്ല. നിങ്ങൾ എവിടെ നോക്കി ഡേറ്റ് പറയണത്? അത്യാവശ്യം ഒന്ന് നോക്കിയിട്ടൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഡേറ്റ് ഒക്കെ പറഞ്ഞുകൂടെ എന്നുള്ളത്. എന്നാൽ ഈ പറയുന്ന കൂട്ടുകാരൻ ഒന്ന് വീഡിയോയിൽ കമന്റ് ഇടുന്നതിന് മുന്നേ അത്യാവശ്യം ഒന്ന് റിസർച്ച് ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ട് അതാണ് ഇവിടെ വന്ന് അങ്ങോട്ട് വിളമ്പുന്നത്. അല്ലാണ്ട് ഈ കൂട്ടുകാരനൊന്നും ഒരിക്കലും പോയിട്ട് സെർച്ച് ചെയ്യാൻ പോകില്ല. അങ്ങനെ സെർച്ച് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും 2017 ഈ ഒരു സെപ്റ്റംബർ 20 മുതൽ 24 വരെയുള്ള ഓഫർ സെയിൽ ആ ഒരു സംഭവം കണ്ടന്നെ. അന്ന് എവിടെയാണ് ഒക്ടോബറിൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, കമന്റ് ഇടുന്നവർ ജസ്റ്റ് ഒന്ന് മറ്റുള്ളവരുടെ വീഡിയോകൾ കണ്ടിട്ട് വെറുതെ വന്നിട്ട് കമന്റ് ഇടാതിരിക്കുക. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു അടിസ്ഥാനത്തിൽ വന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ ചെയ്യുന്നവരെ എന്നെ പോലെ തന്നെ ആയിരിക്കും അവരും നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റുമ്പോഴത്തേക്ക് ചുമ്മാ കടന്ന് പുലമ്പുന്നത് എന്താ പറയുക, ഭയങ്കര വലിയ സംഭവമാണെന്നുള്ള രീതിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് മാത്രം പറയുക. അത്രേ ഉള്ളേ. കൂടാതെ 2018 വരുമ്പോഴത്തേക്ക് ഒക്ടോബർ 10 മുതൽ 14 വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ ഐഫോൺ XS മാക്സിന്, അതായത് അവർ അന്ന് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തത് 1,09,990 രൂപ വരുന്ന സാധനത്തിന് ഓഫർ ഉണ്ടെന്നുള്ളത് ആലോചിച്ചൊക്കെ. ഐഫോൺ XS മാക്സ് അന്ന് 1,09,990 രൂപയായിരുന്നു. കൂടാതെ ഐഫോൺ X ആണെങ്കിൽ 99,900 രൂപയ്ക്ക് ആ ഒരു സംഭവം. ഇതിന് രണ്ടിനും ഓഫർ ഉണ്ടെന്നുള്ള സംഭവമാണ്. ഇതൊക്കെ തന്നെ ബേസ് വേരിയന്റ് ആണെന്നുള്ളതും ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കൂടാതെ ഗാലക്സി നോട്ട് 9 67,900 ആ ഒരു പ്രോഡക്റ്റിനും നമുക്ക് ഓഫർ ഉണ്ടാവും, അല്ലെ കാർഡ് ഓഫർ, ബാങ്ക് ഓഫർ ഉണ്ടാവും എന്നൊക്കെ പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 2019 വരുമ്പോഴത്തേക്ക് സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 4 വരെയായിരുന്നു അന്നത്തെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ്. കൂടാതെ 2020 വന്നപ്പോഴത്തേക്ക് ഒക്ടോബർ 16 മുതൽ ഒക്ടോബർ 21 വരെയായി. കൂടാതെ 2021 വന്നപ്പോഴത്തേക്ക് ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 10 വരെയായി. അവിടെ ഐഫോൺ 12 ആയിരുന്നു 50,000 രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അന്ന് മുതലാണ് അവർ ആക്ച്വലി ഒരു 49,999 എന്നുള്ള ആ ഒരു ഇവരുടെ ഒരു ഹൈലൈറ്റ് സംഭവം ഉണ്ടല്ലോ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ വന്ന. ഈ 2021 മുതലാണ് ആ ഒരു സ്ട്രാറ്റജി അവർ തുടങ്ങിയത്. കാരണം ഐഫോൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യക്കാരിലേക്ക് അത് അങ്ങോട്ട് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം. അപ്പോൾ 70,000-80,000 രൂപയുടെ സാധനം നമുക്ക് 50,000 രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ള ഒരു സംഭവം ഇവരും അങ്ങോട്ട് ആ ഒരു സ്ട്രാറ്റജി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെല്ലാ കസ്റ്റമേഴ്സും അതിലങ്ങോട്ട് ഹുക്ക് ആവുകയും ചെയ്തു. ഈ 49,999 കിട്ടുന്ന ഐഫോൺ 12 എന്ന് പറഞ്ഞത് 64 GB വേരിയന്റ് ആണെന്നുള്ളത് നമ്മൾ വീണ്ടും ഓർക്കേണ്ട ഒരു സംഭവമാണ്. കൂടാതെ 2022 വന്നപ്പോഴത്തേക്ക് സെപ്റ്റംബർ 23 മുതൽ സെപ്റ്റംബർ 30 വരെ ആയിരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് നടന്നത്. വീണ്ടും എനിക്ക് പറയാനുള്ളത്, കണ്ടോ, ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല സെപ്റ്റംബറിലും സംഭവിക്കാം. സെപ്റ്റംബറിൽ മാത്രമായിട്ട് നമുക്ക് സംഭവിക്കാം നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ്. അവിടെ അന്ന് എഴുതുന്നത് ഫയർ ബോൾട്ടിന്റെ നിഞ്ച കോളിംഗ് പ്രോ എന്നൊരു സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, അത് 2,499 രൂപയ്ക്ക് കിട്ടും. 7,999 നോർമൽ റേറ്റ് ആണ്. ഈ 7,999 എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. പക്ഷേ 2,499 എന്ന് പറയുന്നത് സാധനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും IPS ഡിസ്പ്ലേ, കൂടാതെ ഒരു കോൾ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ഉപയോഗം ഇല്ലായിരുന്നു. ഈ നിഞ്ച പ്രോ ഒക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം ആരും വാങ്ങിക്കത്തില്ല. കൂടാതെ ഫയർ ബോൾട്ടിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചാൽ പണിയാണ്, സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. സോ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല ഫയർ ബോൾട്ടിന്റെ സാധനങ്ങൾ നിങ്ങൾ മേടിക്കാനായിട്ട്. കൂടാതെ 2023 വന്നപ്പോഴത്തേക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഒക്ടോബർ 8 മുതൽ 15 വരെ ആയിരുന്നു ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് നടന്നത്. അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നത് നമ്മുടെ ഐഫോൺ 14 49,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയല്ല, എനിക്കൊന്ന് 4 സ്റ്റാർ എന്നുള്ള കമ്മിങ് സൂൺ, റിവീലിംഗ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓഫർ സെയിലായിരുന്നു. ഓൾറെഡി നമ്മുടെ ചാനലിലും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഞാനൊരു 3 വർഷം മുന്നേ മുതലാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു ഓഫർ സെയിലുകൾ പറയാൻ തുടങ്ങിയത്. അതിൽ ആദ്യമായിട്ട് എടുത്ത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിലേക്ക് തൊട്ടിട്ടേ ഇല്ലായിരുന്നു, എന്നാൽ അതിനുശേഷമാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സും ഞാൻ പറഞ്ഞു തുടങ്ങിയത്. എന്തായാലും ഈ 2023 ആ ഡേറ്റ് ആണ് ഇപ്പോൾ കുറേ ആൾക്കാർ, അതായത് ഈ 8 മുതൽ 15 വരെ ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നത്. കൂടാതെ വേറൊരു ഡേറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ 3 മുതൽ 10 വരെ, ഒക്ടോബർ 3 മുതൽ 10 വരെ. ഒരിക്കലും നമുക്ക് ഇതൊന്നും തന്നെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ കണ്ട ഇപ്പോൾ 2014 മുതൽ നമ്മൾ 2023 വരെ കണ്ട ആ ഒരു ഡേറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കൺഫേം ചെയ്യാം സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കോ, ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് സെക്കൻഡ് വീക്കിലോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇടയ്ക്ക് എന്തായാലും നമ്മളെ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ ചാൻസ് ഇല്ല. അതായത് ഒക്ടോബർ കഴിഞ്ഞ് നവംബറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റംബറിന് മുന്നേ ഓഗസ്റ്റിലേക്കോ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ ചാൻസേ ഇല്ല. ഇപ്പോൾ അടുത്ത നമ്മുടെ ഓഗസ്റ്റിൽ ഓഫർ വരും, ഫ്രീഡം സെയിൽ, കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ, അങ്ങനെ കുറേയധികം ഓഫേഴ്സ് വരും. എന്നാൽ പോലും നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സിൽ വെയിറ്റ് ചെയ്യൂ. കുറേയധികം പ്രോഡക്റ്റുകൾ വളരെ ലാഭത്തിന് മേടിക്കാൻ സാധിക്കും.
എന്തായാലും നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. ഞാൻ എന്തായാലും ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാറ്റഗറി കൂടി ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, ഞാൻ ഈ പണി തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ ഓഫർ ഇങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 കൂടാതെ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും, നമുക്കിപ്പോൾ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ 10,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും, അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും, ഇനി അതല്ല ലാപ്ടോപ്പ് ആണെങ്കിൽ 50,000 രൂപയ്ക്ക്, 55,000 രൂപയ്ക്ക്, 1,00,000 രൂപയ്ക്കകത്ത്, ഇനി ഇയർബഡ്സ് ആണെങ്കിൽ 1000, 1,500, 2,000 എല്ലാ കാറ്റഗറിയും. ഇനിയിപ്പോൾ ഈ വർഷം മുതൽ നമ്മുടെ ഹോം അപ്ലയൻസസ് ഉണ്ടല്ലോ, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം, അതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും അങ്ങോട്ട് തുടങ്ങിയാലേ എനിക്ക് ആ ഒക്ടോബർ മാസത്തിൽ നല്ല രീതിക്ക് പക്കാ നിങ്ങളിലേക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശം അതാണ് നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല ഇതുപോലെ ആരെങ്കിലും ഇതിന് മുന്നേ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിന്റെ ഹിസ്റ്ററി പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾ എന്തായാലും ഇതിന് മുന്നേ ഇതുപോലെ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ അധികം നേരം എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് എടുത്ത് പിടിച്ചൊക്കെയാണ് ഇത് ഇത്രയും എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങോട്ട് പ്രസന്റ് ചെയ്ത് തന്നെ കുറച്ച് എഫേർട്ട് ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.